നമസ്കാരം. ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിന് ശേഷം റീഫണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പലരുമുണ്ട്. പലർക്കും ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റീഫണ്ട് ലഭിക്കുന്നില്ല. എന്താണ് കാരണം എന്താണ്? ഇതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എങ്ങനെ അത് പരിഹരിക്കാം? ഇപ്പോൾ നമ്മൾ ഇൻകം ടാക്സ് റീഫണ്ട് ലഭിക്കുന്നത് പാൻ ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രോണിക് ട്രാൻസ്ഫർ ആണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അത് പാനുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കണം. അതിനുശേഷം നമ്മൾ ഇൻകം ടാക്സ് സൈറ്റിൽ കയറുക. www.incometax.gov.in ഇതാണ് സൈറ്റ് നെയിം. അതിൽ കയറുക. മൈ പ്രൊഫൈൽ വന്നു. അതിനുശേഷം ബാങ്ക് അക്കൗണ്ട്സ് ആഡ് ബാങ്കിൽ ഇടുക. ആഡ് ബാങ്കിനകത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ നമ്പറും അതോടൊപ്പം തന്നെ ടൈപ്പ് ഓഫ് അക്കൗണ്ട്, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആണോ അതോ കറണ്ട് അക്കൗണ്ട് ആണോ, അതുപോലെ തന്നെ IFSC കോഡും അടിച്ചു കൊടുക്കുക. ഇത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബാങ്കിൻ്റെ പേരും ബ്രാഞ്ചും ഓട്ടോ പോപ്പുലേറ്റഡ് ആയിട്ട് ഡിസ്പ്ലേ വരും. അതിനുശേഷം ഇങ്ങനത്തെ സൈറ്റിൽ നിന്ന് ബാങ്കിലേക്ക് ഒരു മെസ്സേജ് ഇടും. സാറിന് 24 അവർ എടുക്കും ഇത് ശരിയാകാനായിട്ട്. അതിനുശേഷം ഇങ്ങനത്തെ സൈറ്റിൽ നിന്നൊരു മൊബൈലിലും അതുപോലെ തന്നെ ഇമെയിലിലും ഓരോ മെസ്സേജുകൾ വരും. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് കറക്റ്റായി. പക്ഷെ ചില കേസുകളിൽ ഇത് ശരിയാകത്തില്ല. അതിൻ്റെ കാരണങ്ങളെ പറ്റിയാണ് പറയുന്നത്. അത് ഒന്നാമെന്ന് പറയുന്നത് പേരുകളിലുള്ള വ്യത്യാസമാണ്. പാൻ കാർഡിലുള്ള പേരും ഈ ബാങ്ക് അക്കൗണ്ടിലുള്ള പേരും വ്യത്യാസമാണ്. നമ്മൾ കൂടുതൽ ഇനീഷ്യലുള്ള ആർക്കാണ് ഒരു മാത്യു JP എന്ന് ഞാൻ വിചാരിച്ചു. പാൻ കാർഡിൽ മാത്യു JP എന്നാണ്, പക്ഷേ ബാങ്ക് അക്കൗണ്ട് നേരെ തിരിച്ചായിരിക്കും, JP മാത്യു ആയിരിക്കാം. അങ്ങനെ വരുമ്പോൾ പ്രശ്നമാകും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ആഡ് ചെയ്യുമ്പോൾ രണ്ടും ഒരേ രീതിയിലുള്ള പേരായിരിക്കണം, ഒരു വ്യത്യാസം വരരുത് പേരിൽ. അതുപോലെയുള്ളത് അടുത്ത കേസ് എന്ന് പറയുന്നത് നമ്മൾ IFSC കോഡ് അടിച്ച് ചിലപ്പോൾ ഒരു തെറ്റാവും. ഇവിടെ ബാങ്ക് മെർജറുകളൊക്കെ വന്നുകൊണ്ട് IFSC കോഡിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് നമ്പർ അടിച്ചു കൊടുത്തതിൽ വ്യത്യാസം ഉണ്ടാവാം, ഒരു ഡിജിറ്റ് മാറിപ്പോവോ ഒക്കെ ഉണ്ടാവാമല്ലോ. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവാം. അങ്ങനെയെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് സൈറ്റിൽ കയറി നോക്കി അറിയാൻ പറ്റും. വാലിഡേഷൻ ഫെയിൽഡ് എന്ന് പറഞ്ഞുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പുതിയൊരു ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാം. അവിടെ ഇതുപോലെ എല്ലാം നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് റീഫണ്ട് അതിലേക്ക് വന്നോളൂ. ഇനി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ID മൊബൈൽ നമ്പർ സെയിം തന്നെ ഇൻകം ടാക്സിന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണ് EVC എടുക്കാനും എളുപ്പമുണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഫണ്ട് ലഭിക്കുന്നില്ല എന്നുള്ള പരാതി മാറും. ഇതാണ് പ്രധാനമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. നന്ദി.